നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ടോൾ നിരക്ക് കൂട്ടിയ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. തെരുവനായ്ക്കളെ ഭയന്ന് തെങ്ങിൽ ഓടിക്കയറിയ പൂച്ചക്കുഞ്ഞിനെ 1.5 ദിവസത്തിനു ശേഷം ഫയർഫോഴ്സ് രക്ഷിച്ചു. വീടിനുള്ളിൽ സൂക്ഷിച്ച 1.5 പവന്റെ സ്വർണവളയും 10,000 രൂപയും കാണാതായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കള്ളൻ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വിശാല കാർപ്പ് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യകർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിൽ ആലോചനാ യോഗം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ടോൾ നിരക്ക് കൂട്ടിയ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ പാലിയേക്കരയിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അത് കൃത്യമായി നടന്നുകഴിഞ്ഞാൽ മാത്രമേ കോടതി ടോൾ വിലക്ക് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതോടെ സർവീസ് റോഡുകൾ തകരുകയും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയുമായിരുന്നു. ദേശീയപാതയിൽ കുരുക്ക് മുറുകിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 6 മുതലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത്. തുടർന്ന് പുനഃസ്ഥാപിക്കാൻ NHAM കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയിരുന്നില്ല. തെരുവനായ്ക്കളെ ഭയന്ന് ഓടിക്കയറിയ തെങ്ങിലും തൊട്ടടുത്തുള്ള 3 നില കെട്ടിടത്തിന് മുകളിലുമായി പൂച്ചക്കുഞ്ഞ് 1.5 ദിവസം കഴിച്ചുകൂട്ടി. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയപ്പോഴാണ് പൂച്ചക്കുഞ്ഞ് ചാടി രക്ഷപ്പെട്ടത്. ഗുരുവായൂർ തുളസി നഗറിൽ അഡ്വക്കേറ്റ് RK സരസ്വതി വളർത്തുന്ന പൂച്ചയാണ് തെരുവനായ്ക്കളെ ഭയന്ന് തൊട്ടടുത്ത വീട്ടിലെ തെങ്ങിൽ ഓടിക്കയറിയത്. പാലും ബിസ്ക്കറ്റും കാണിച്ചു വിളിച്ചെങ്കിലും കരിമാടിക്കുട്ടൻ എന്ന് പേരിട്ട പൂച്ചക്കുഞ്ഞ് താഴെ ഇറങ്ങിയില്ല. നേരം ഇരുട്ടിയതോടെ തെങ്ങിൻപട്ട ചാഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിന്റെ 3-ാം നിലയിലേക്ക് കയറി. ഇതിന് മുകളിലേക്ക് കയറാൻ കോണിയോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് രാവിലെ വലിയ ഏണി ഉപയോഗിച്ച് 5 പേർ കെട്ടിടത്തിന് മുകളിൽ കയറി. ഇവരെ കണ്ടതോടെ പൂച്ച തെങ്ങിലൂടെ ചാടി മറിഞ്ഞു. ഫയർഫോഴ്സ് മടങ്ങിയ ശേഷം സരസ്വതി ഗേറ്റിൽ ശബ്ദമുണ്ടാക്കിയപ്പോഴേക്കും കരുമാടിക്കുട്ടൻ ഓടിയെത്തി. വീട്ടിലുണ്ടായിരുന്ന 8 പൂച്ചകളിൽ 6 എണ്ണത്തിനെ തെരുവനായ്ക്കൾ കൊന്നതായി സരസ്വതി പറഞ്ഞു. വീടിനുള്ളിൽ സൂക്ഷിച്ച 1.5 പവന്റെ സ്വർണവളയും 10,000 രൂപയും കാണാതായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കള്ളൻ പിടിയിൽ. പനമരത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണം നടത്തിയയാളെ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടി. നിരവധി മോഷണ കേസിൽ പ്രതിയായ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറ കുന്നത്ത് വീട്ടിൽ K ഇജിലാലിനെയാണ് പനമരം പോലീസ് പിടികൂടിയത്. മൈസൂരുവിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസ് പ്രതിയായ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 29-ന് രാത്രിയാണ് സംഭവം. തൃശൂർ കാരകമല സ്വദേശിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. 1.25 പവൻ തൂക്കം വരുന്ന സ്വർണവളയും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. തുടർന്ന് പനമരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇജിലാലാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു. പിന്നീട് ഇയാൾ സംസ്ഥാനം വിട്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് മൈസൂരുവിലെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ മത്സ്യകൃഷി 2025-26 വിശാല കാർപ്പ് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യകർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ അധ്യക്ഷനായി. അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് സംസാരിച്ചു. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിലെ പ്രഥമ ആലോചനാ യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ടി കെ അസൈൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ കെ ബി എന്നിവർ സംസാരിച്ചു. പദ്ധതി നിർവഹണത്തിനായി MLA ചെയർമാനായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഉന്നതി നിവാസികളിൽ നിന്നും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. കൊടകര ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 170 രൂപ കുറഞ്ഞു. ഗ്രാമിന് 11,210 രൂപ, പവന് 89,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ടോൾ നിരക്ക് കൂട്ടിയ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചു. തെരുവനായ്ക്കളെ ഭയന്ന് തെങ്ങിൽ ഓടിക്കയറിയ പൂച്ചക്കുഞ്ഞിനെ 1.5 ദിവസത്തിനു ശേഷം ഫയർഫോഴ്സ് രക്ഷിച്ചു. വീടിനുള്ളിൽ സൂക്ഷിച്ച 1.5 പവന്റെ സ്വർണ്ണവളയും 10,000 രൂപയും കാണാതായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കള്ളൻ പിടിയിൽ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വിശാല കാർപ്പ് മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യകർഷകർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടത്തി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ആലുക്കപ്പാടം നഗറിൽ ആലോചനാ യോഗം നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.